ഒരു ദിവസം, അതായത് മെയ് 7-ന് ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിയപ്പോ യൂങ്കി ഡിവോഴ്സ് മീ, എഡ് ഷീരാൻ ഈസ് അവർ ബോയ്, എഡ് ഷീരാൻ സെറ്റ് ദ ബാർ ടു ഹൈ, നോ ക്യാപ് എന്നിങ്ങനെ കുറേ വീഡിയോസ് കണ്ടു. അപ്പൊ ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒരു ചെറിയ റിസർച്ച് നടത്തിയപ്പോഴാണ് ഞാനത് കണ്ടത്. എന്താന്നല്ലേ, മെയ് 7-ന് ഏലിയൻ ചെറുക്കൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ടാംബാമി, യു ആൾ സെറ്റ് ദ ബാർ വേ ടു ഹൈ, നോ ക്യാപ്. സത്യം പറഞ്ഞ ആ ക്യാപ്ഷൻ വായിച്ചിട്ട് എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നീട് ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതൊരു ജെൻസി ലാംഗ്വേജ് ആണെന്നും അതിന്റെ മീനിങ് വേറൊന്നും അല്ല, ടാംബാമീസ് നിങ്ങൾ അടിപൊളിയാണ്, വേറെ ആർക്കും മറികടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്, സത്യം. പോരാത്തതിന് അവർക്കൊരു പ്രത്യേക പരിഗണന. ഇതൊക്കെ പോരെ നമ്മുടെ ഇന്റർനാഷണൽ ആർമീസിന് പോസിറ്റീവ്നെസ് അടിക്കാൻ? കുറെ നാളുകൾക്ക് മുന്നേ ഒന്ന് അടക്കി വെച്ച എല്ലാ പോസിറ്റീവ്നെസ്സും കൂടി ഒരുമിച്ച് ഇറക്കി വിട്ടേക്കുവാണ് ആർമീസ്. പോരാത്തതിന് ഒരു ഒഫീഷ്യൽ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് വരെ അടിച്ചിറക്കിയിട്ടുണ്ടെന്നേ. എന്നാലും എന്നെ കൺഫ്യൂസ് ചെയ്തത് അതല്ല, ഈ ജെൻസി ലാംഗ്വേജ് ആരായിരിക്കും ടേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? ജേക്കെ ആയിരിക്കോ, അതോ ഹോബിച്ചനായിരിക്കോ, അതോ അല്ലെങ്കിൽ ഇനി ജൂണിച്ചനായിരിക്കോ, അതോ ഇനി ആമീസിന്റെ യൂങ്കി മാരിയമേ സഹിക്കാൻ പറ്റാണ്ട് യൂങ്കിച്ചനായിരിക്കോ? പിന്നെ ആരായിരിക്കും? ആരാണെങ്കിലും ടേക്കിട്ടൊരു നല്ല പണിയാ കൊടുത്തത്. പിന്നെ എല്ലാരോടും ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്, ഇതില് അത്ര വലിയ പോസിറ്റീവ്നെസ് അടിക്കാനുള്ള കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ടാംബാമീസ് അടിപൊളിയായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ടേയുടെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടിയത്. ടേനെ ഇംപ്രസ് ചെയ്യാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയതിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയ രീതിയിൽ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.